വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനുള്ള തീയതി നീട്ടണമെന്ന് പ്രതിപക്ഷം ഇക്കാര്യം ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്ത് നൽകി. 15 ദിവസം കൂടി സമയം നീട്ടണമെന്ന ആവശ്യം ഓഗസ്റ്റ് 22 വരെ ദീർഘിപ്പിക്കണമെന്ന ആവശ്യത്തോട് മുസ്ലിം ലീഗ് കഴിഞ്ഞ ദിവസം കത്ത് നൽകിയിരുന്നു. കെ ആർ സാജു വിവരണമായി ചേരുന്നു. സാജു, എന്തുകൊണ്ടാണ് ഈ തീയതി നീട്ടണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത്? അജിംസെ, തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കുള്ള വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള അവസാന തീയതി ഈ മാസം 7-ന് അവസാനിക്കുകയാണ്. ഇതിനിടയിലാണ് ഈ സമയപരിധി കൂട്ടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്ത് നൽകിയിരിക്കുന്നത്. അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ജൂലൈ 23-നാണ് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതിന് ശേഷം ഓഗസ്റ്റ് 7 വരെ 15 ദിവസം മാത്രമാണ് പേര് ചേർക്കാനുള്ള സമയം അനുവദിച്ചിരുന്നത്. ഓൺലൈൻ വഴി ചെയ്യേണ്ട പേര് ചേർക്കൽ, തിരുത്തൽ, ഒരു വാർഡിൽ നിന്നും മറ്റു വാർഡിലേക്ക് പേര് മാറ്റുന്ന അടക്കമുള്ള പ്രക്രിയ തുടക്കം മുതൽ പല സ്ഥലങ്ങളിലും സാങ്കേതിക തകരാർ മൂലം തടസ്സം നേരിട്ടിരുന്നു. പേര് ചേർക്കാനുള്ള അവസാന തീയതി എടുക്കുമ്പോൾ സാങ്കേതിക തകരാർ രൂക്ഷമായിരിക്കുകയാണ്. പല സ്ഥലങ്ങളിലും വെബ്സൈറ്റ് ഹാങ് ആകുന്നത് തുടരുകയാണ്. ഇത് കാരണം നിരവധി പേർക്ക് വോട്ട് വോട്ട് പട്ടികയിൽ പേര് ചേർക്കാൻ കഴിയാതെ പോയിട്ടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത നിരവധി പേരുടെ വോട്ട് നിലവിലെ ലിസ്റ്റിൽ നിന്നും വിട്ടുപോകുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള സമയപരിധിക്ക് ഒരു 15 ദിവസം കൂടി അധികമായി നൽകണം എന്നാണ് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെടുന്നത്. നേരത്തെ സമാനമായ ആവശ്യം മുസ്ലിം ലീഗ് നേതൃത്വവും ഉന്നയിച്ചുകൊണ്ട് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന് കത്ത് നൽകിയിരുന്നു. അവരും ചൂണ്ടിക്കാണിച്ചത് ഇതേ കാരണങ്ങളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതിന് ശേഷം 15 പ്രവൃത്തി ദിവസം മാത്രമാണ് ലഭിച്ചത്. അപ്പോഴേക്കും ഇത് പലതും ഓൺലൈനായി ചെയ്യേണ്ട കാര്യങ്ങളായിരുന്നു. അവിടെയെല്ലാം സാങ്കേതികമായ തടസ്സങ്ങൾ നിരവധി വന്നു. ഇതിനാൽ തന്നെ നിരവധി പേർ ഇപ്പോഴും വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തു നിൽക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി തട്ടിച്ചു നോക്കുമ്പോൾ വളരെയധികം കുറവുണ്ട് വോട്ടർമാരുടെ എണ്ണത്തിൽ. ഇത് പരിഹരിക്കണമെങ്കിൽ കൂടുതൽ സമയം ലഭിക്കേണ്ടതുണ്ട്. അത് അനുവദിക്കണമെന്ന ആവശ്യമാണ് പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത്. നേരത്തെ തന്നെ ബൂത്തുകളിൽ തിരിച്ചത്, അതായത് ഒരു ബൂത്തിലെ വോട്ടർമാരുടെ എണ്ണം നിശ്ചയിച്ചതിലും പ്രായോഗികമല്ലാത്ത സമീപനങ്ങൾ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായെന്ന വിമർശനം പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു. അതിനു പിന്നാലെയാണ് ഇപ്പോൾ കൂടുതൽ സമയം ആവശ്യപ്പെട്ടുകൊണ്ട് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്ന കാര്യത്തിൽ ആവശ്യപ്പെട്ടുകൊണ്ട് കമ്മീഷനെ സമീപിച്ചിരിക്കുന്നത് പ്രതിപക്ഷം. അജിംസ്. ശരി സാജു.